എല്ലാവർക്കും സ്വാഗതം. ദ്രോണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം വരുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും ഇത് പ്രയോജനപ്രദമാക്കാം. പിന്നെ യുവറേജസ് LD എന്നീ പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ഇത് പ്രയോജനപ്രദമാണ്. മുൻകാല ചോദ്യങ്ങളുടെയും അതുപോലെ പ്രതീക്ഷിക്കപ്പെടാവുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ധ്യാൻ ചന്ദിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ധ്യാൻ ചന്ദ് ആത്മകഥയുടെ പേര് എന്താണ്? ദ ഗോൾ എന്നാണ്. ദ ഗോൾ. ഗിന്നി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഹോക്കി താരം ഗഗൻ അജിത് സിംഗ് ആണ്. ദാദാ ഹോക്കി വിസാർഡ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ്? ദാദാ ഹോക്കി വിസാർഡ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ധ്യാൻ ചന്ദ് ആണ്. രാഷ്ട്രകൂടന്മാരുടെ കാലത്തെ പ്രശസ്ത സർവകലാശാല ഏതായിരുന്നു? നളന്ദ ആണ്. പാലരാജാവായ ധർമ്മപാലൻ സ്ഥാപിച്ച സർവകലാശാല ഏത്? സർവകലാശാലയാണ് വിക്രമശില എന്നറിയപ്പെടുന്നത്. അറിയാവുന്ന ലോകത്തിലെ അതിശയകരമായ സ്ഥലം എന്ന് വിശേഷിപ്പിച്ചത് ഏത് സ്ഥലത്തെയാണ്? കാബൂളിനെ. അറിയാവുന്ന ലോകത്തിലെ അതിശയകരമായ സ്ഥലം എന്ന് വിശേഷിപ്പിച്ചത് കാബൂളിനെയാണ്. ബനാറസിലെ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? മിസ്സിസ് ആനി ബെസന്റ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് വെള്ളി മെഡൽ നേടിയ താരം? ഒളിമ്പിക്സ് വെള്ളി മെഡൽ നേടിയ താരം രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ആണ്. ആദ്യ 3 ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങളിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം അസറുദ്ദീൻ ആണ്. ആദ്യ 3 ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങളിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? അസറുദ്ദീൻ ആണ്. ഏറ്റവും ഒടുവിൽ ടെസ്റ്റ് ക്രിക്കറ്റ് പദവി നേടിയ രാജ്യം ബംഗ്ലാദേശ് ആണ്. ടെന്നീസ് ടൂർണമെന്റുകൾക്ക് തുടക്കം കുറിക്കുന്നത് ഏത് കളിയോടുകൂടിയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആരംഭിക്കുന്നത് കൂടിയാണ്. ആദ്യം ആരംഭിക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. കാസിലിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. ലിങ്ക് ഏത് മത്സര ഇനത്തിന്റെ കളിക്കളമാണ്? ഗോൾഫ്. ടിൻ ലോകം ശുദ്ധീകരിക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? ലിക്വേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ലിക്വേഷൻ. ദ്രവ്യത്തിന്റെ 6ാമത്തെ രൂപത്തിന് എന്താണ് പറയുന്നത്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നാണ് പറയുന്നത്. കടൽപ്പായലിൽ സമർത്ഥമായി കാണുന്ന മൂലകമാണ് അയഡിൻ. സ്പിരിറ്റിലെ ആൽക്കഹോളിന്റെ ശതമാനം എത്രയാണ്? 95. സിഡ്ബിയുടെ ആസ്ഥാനം എവിടെയാണ്? ലക്നൗ ആണ്. വോളണ്ടറി റിട്ടയർമെന്റ് ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ബാങ്ക് ആരംഭിച്ച സ്ഥലം ചെന്നൈ ആണ്. ദ്രോണാചാര്യ അവാർഡിന് അർഹയായ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് കോച്ച്? ആരാണ്? സുനിത ശർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ നദീജല സംയോജന കരാർ ഏതാണ്? കെൻ ബെദ്വ കരാർ.
ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഫോർടൈൻമെന്റ് പാർക്ക് ഏതാണ്? ഇൻഫോർടൈൻമെന്റ് പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കിൻഫ്ര പാർക്ക് ആണ്. കിൻഫ്ര പാർക്ക്. അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് ഒരാളെ തടയുന്ന റിട്ടിന്റെ പേരാണ് കോ വാറന്റോ. കോ വാറന്റോ ആണ്. അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് ഒരാളെ തടയുന്ന റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. കോ വാറന്റോ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. സച്ചിദാനന്ദ സിൻഹ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ധനകാര്യ ബന്ധങ്ങൾ നിർണ്ണയിക്കുന്ന ഭരണഘടനാ സ്ഥാപനം ഏതാണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ധനകാര്യ ബന്ധങ്ങൾ നിർണ്ണയിക്കുന്ന ഭരണഘടനാ സ്ഥാപനം ഏതാണ്? ഫിനാൻസ് കമ്മീഷൻ ആണ്. ഫിനാൻസ് കമ്മീഷൻ ആണ്. ലോക വാത ദിനം, വേൾഡ് ആർത്രൈറ്റിസ് ദിനം എന്നാണ്? ഒക്ടോബർ 12 ആണ്. ഒക്ടോബർ 12. ഐക്യരാഷ്ട്ര സംഘടനയുടെ ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്നാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005 ഫെബ്രുവരി 16 2005 ഫെബ്രുവരി 16 ആണ്. പരശുരാം കുണ്ട് തീർത്ഥാടന കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? പരശുരാം കുണ്ട് തീർത്ഥാടന കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശിൽ ആണ്. അരുണാചൽ പ്രദേശിൽ ആണ്. തവാങ് ബുദ്ധമത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? തവാങ് ബുദ്ധമത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി ലഭിച്ചത് എന്നാണ്? അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി ലഭിച്ചത് 1987 ആണ്. 1987. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല നിലവിൽ വന്നത് 1960 ആണ്. ഉത്തർപ്രദേശിൽ. 1960 ഉത്തർപ്രദേശിൽ. അപ്പോൾ ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.